സാർ സംവിധാനം ചെയ്ത സിനിമകളിൽ അധികവും സ്വയം തിരക്കഥ ചെയ്തതാണ് മിക്കവാറും ഒക്കെ. വാത്സല്യം ലോഹിദാസിൻ്റെയാണ്. അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? വാത്സല്യം ഭയങ്കര രസമായിരുന്നു. കാരണം വാത്സല്യം എനിക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ ചെയ്തൊരു പടം. ഒന്നാമത് വേറൊരാൾ എഴുതിയപ്പോൾ തന്നെ അതിൻ്റെ പകുതി ഭാരം പോയി. രണ്ടാമത് ഈ ഫൈറ്റില്ല, ഡാൻസ് ഇല്ല, ബഹളമില്ല, ചേസ് ഇല്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു വീടും അതിന് മുമ്പിലൊരു പാടവും ഒരു മലയും കുറേ കഥാപാത്രങ്ങളും ഒരു തൊഴുത്ത്, ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ. അത് വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്താൽ മതി. നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ആ സാധനം ഒന്നും മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒന്ന് അങ്ങനെ ഇറങ്ങിയാൽ വളരെ സുഖമായിട്ട് ചെയ്യാം. കാരണം നമ്മുടെ ലൈഫല്ലേ കാണുന്നത്, നമ്മുടെ ലൈഫാണല്ലോ. പിന്നെ അതിലൊരു ഭാഗവത്വത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല തിരക്കഥയാണ്. പിന്നെ മമ്മൂട്ടി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. മമ്മൂട്ടിയൊക്കെ വെറുതെ ഇങ്ങനെ ചില സമയത്തൊക്കെ മൂഡ് ഔട്ടായിട്ടിരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പം എനിക്ക് ഡൗട്ടായി, ഞാൻ എടുക്കുന്നത് ശരിയല്ലേ? കാരണം ആ പടം മോശമായിരുന്നെങ്കിൽ എന്നെ ആള് ചിത്രം. കാരണം മമ്മൂട്ടിക്കൊന്നുമില്ല, ലോഹിദാസൊന്നുമില്ല, അവരൊക്കെ പ്രൂവ്ഡാണ്. എനിക്കിത് പറ്റില്ല എന്നാ പറയുള്ളൂ. അപ്പം ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ താനിങ്ങനെ ഇരിക്കുന്നത്, എടുക്കുന്നത് ശരിയാണല്ലോ? അല്ലടോ, എനിക്ക് ക്യാരക്ടർ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും അയാൾ ഇൻവോൾവ് ആയിരുന്നു. ഈ പടം ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അയാൾ തന്നെ നടന്നു. കാരണം എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സാധാരണ സബ്ജക്റ്റാണ് ഒരു മൂത്ത ഏട്ടൻ്റെ സാക്രിഫൈസ്. ഇത് ഓടും. മമ്മൂട്ടി ഒരു വേർഡ് എന്നോട് പറഞ്ഞു, ഇത് ഓടാതിരിക്കില്ല, ഓടിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഞാൻ എനിക്കൊരു ഡേറ്റ് തരും. പിന്നെ ഞാൻ ഒന്നും നോക്കാൻ പോയില്ല. പിന്നെ ലോഹിതദാസിൻ്റെ സഹകരണം. ബാക്കിയുള്ളൊരു നല്ല ആക്ട്രസുകളായിരുന്നു. ബിന്ദു പണിക്കരൊക്കെ, സിദ്ദീഖ്, അവരൊക്കെ എല്ലാം നല്ല ക്യാരക്ടേഴ്സാണ് അതിലുള്ളത്. നമ്മൾ ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സാണ് അതെല്ലാം. അതിന് അബൂബക്കർ മരിച്ചുപോയ എന്താ ക്യാരക്ടർ നടക്കുന്നത്? സാർ പറഞ്ഞു ഇത് എൻ്റെ ജീവിതമാണ് എന്ന് സാർ പറഞ്ഞു. വളരെ ഇൻവോൾവ് ആയിട്ട് ഒരു അഭിനയിക്കാൻ വരുന്നതിൻ്റെ ഡയറക്ടറിൻ്റെയും ഇങ്ങനെ എന്ത് കിട്ടിയാലും അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പിൽ പിന്നിൽ ഞങ്ങൾക്കൊരു വലിയ കുടുംബത്തെയും ഒരു വലിയ ഭാരത്തെയും കാണാൻ കഴിയുന്നു. ഭാരം എന്ന് പറയാൻ പാടില്ല. ചുമതലയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. അപ്പോൾ അത് ആ പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി പറയും ഇത് എൻ്റെ കഥയായിരുന്നു, ലോഹിദാസ് പറയും ലോഹിദാസിൻ്റെ കഥയായിരുന്നു, ഞാൻ പറഞ്ഞ എൻ്റെ കഥയായിരുന്നു, മമ്മൂട്ടിയുടെ വാപ്പ പറഞ്ഞ് പുള്ളിയുടെ കഥയായിരുന്നു. ഇതാണ് ആ പടത്തിൻ്റെ വിജയം. കാരണം അങ്ങനെ ഒരു ചേട്ടനോ അങ്ങനെ ഒരു കഥാപാത്രമോ എല്ലാ വീടുകളിലും ഉണ്ട്. പക്ഷെ വാത്സല്യത്തെ കുറിച്ച് വന്ന ഒരു കമന്റ് എന്ന് വെച്ചാൽ ഇതൊരു പഴയകാല ചിത്രമാണ്, ഈ സിനിമകൾക്ക് കാലമില്ലേ? ഉണ്ട്. അതായത് ഒരു മൂത്ത ബ്രദറിന്റെ സാക്രിഫൈസ്, ഒറ്റ ലൈനിൽ പറയാം വാത്സല്യം. പക്ഷേ അതിൽ സംഭവങ്ങൾക്ക് പുതുമയുണ്ട്. പണ്ട് നിശ്ചിത വെച്ചിട്ട് പടമുണ്ട്, മുറപ്പെണ്ണിന്റെ അച്ചാണി, ആശീർവാദം, ഇങ്ങനെയുള്ള പടക്ക ഒരു കഥാപാത്രത്തിന്റെ സാക്രിഫൈസ് ആണ് മൂത്ത. പക്ഷേ ആ ഇൻസിഡന്റുകളും ഇതിലുള്ള ഇൻസിഡന്റുകളോട്ട് ഒരു ബന്ധമില്ല. അതാണ് ആ പടത്തിന്റെ പുതുമ. അല്ലാതെ അത് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പോയി നിൽക്കാൻ പറ്റില്ല, ഒരിക്കലും നിൽക്കില്ല. ഇൻസിഡന്റുകളുടെ പുതുമയായിരുന്നു അതില്ല.